ദേവി ഉവാച. ദേവി തുടർന്ന് പറയുകയാണ്, ഗൃഹാണ ഹരഗൗരീം ത്വം മഹാകാളീം മനോഹരാം കൈലാസം കാരയിത്വാച വിഹരസ്വ യഥാസുഖം മുഖ്യസ്തമോ ഗുണസ്തേസ്തു ഗൗണവോ സത്വരജോ ഗുണവോ. ഹേ പരമേശ്വര, മനോഹരയും മഹാകാളിയുമായ ഈ ഗൗരിയെ അങ്ങ് സ്വീകരിച്ചുകൊള്ളൂ. മറ്റു രണ്ടുപേർക്കും ഓരോരുത്തരെ കൊടുത്തല്ലോ, ഇനി മഹാദേവന് കൊടുക്കാതിരുന്നാൽ വിഷമാവില്ലേ? അതുകൊണ്ട് മഹാദേവനും കൊടുത്തു ഒരു സമ്മാനം. ബ്രഹ്മാവിന് സരസ്വതിയെ കൊടുത്തു, മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയെ കൊടുത്തു, പരമേശ്വരന് മഹാകാളിയും മനോഹരയുമായ ഗൗരിയെ കൊടുത്തു. അങ്ങ് സ്വീകരിച്ചുകൊള്ളൂ. കൈലാസം നിർമ്മിച്ച് അവിടെ യഥാസുഖം വിഹരിച്ചുകൊള്ളൂ. അങ്ങേക്ക് തമോ ഗുണമായിരിക്കും മുഖ്യം, സത്വഗുണവും രജോ ഗുണവും ഗൗണങ്ങളുമായിരിക്കും. അതായത് അപ്രധാനങ്ങളായിരിക്കും, തമോ ഗുണമായിരിക്കും മുഖ്യം. അതിൽ ശങ്കരൻ ഒരു പരിഭവവും രേഖപ്പെടുത്തിയില്ല. തമോ ഗുണപ്രധാനനായതുകൊണ്ട് ശങ്കരന് ത്രിമൂർത്തികളിൽ ഒരു കുറവും ആരും വരുത്തിയിട്ടില്ല ആരാധനയിൽ. എല്ലാ ഗുണങ്ങളും ശ്രേഷ്ഠങ്ങളാണ്. അവ ശ്രേഷ്ഠമായി തീരുന്നത് ദേവീ പാദസ്മരണയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ്. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളിൽ ഏതു ഗുണമാണ് എന്നുള്ളതല്ല, ഗുണം എന്തുമായിക്കൊള്ളട്ടെ, ഈ ദേവീ സ്മരണയോടുകൂടി ചെയ്യണം. അപ്പോൾ അതേതു ഗുണമായാലും ശ്രേഷ്ഠമായി തീരും. വിഹരാസുരനാശാർത്ഥം രജോ ഗുണ തമോ ഗുണവും തപസ്തപ്തും തഥാകർത്തും സ്മരണം പരമാത്മന. അപ്രധാനങ്ങളായ ആ രജസ്തമോ ഗുണങ്ങൾ അസുരന്മാരെ സംഹരിക്കുന്നതിന് വേണ്ടിയാണ്. തപസ്സു ചെയ്യുന്നതിനും അതുപോലെ പരമാത്മസ്മരണം ചെയ്യുന്നതിനും ദേവി തുടരുകയാണ്. സർവസത്വഗുണ ശാന്തോ ഗൃഹീതവ്യ സദാനഖ സർവഥാ ത്രിഗുണായൂയം സൃഷ്ടിസ്ഥിത്യന്തകാരക. ഹേ അനക, ശാന്തമായ സത്വഗുണത്തെ സദാ സ്വീകരിച്ചു കൊള്ളണം. എന്തിന്? തപസ് ചെയ്യാൻ. ത്രിഗുണങ്ങളിൽ ഓരോന്നും മുഖ്യമാക്കിക്കൊണ്ടാണ് നിങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുക. അപ്പം ഇവിടെയും മഹാവിഷ്ണുവിനോട് പറഞ്ഞത് തന്നെ പറയാണ്, അങ്ങ് തമോ ഗുണപ്രധാനനാണ്. അങ്ങയിൽ പക്ഷെ രജസ്സും സത്വവും അപ്രധാനങ്ങളായിട്ട് ഉണ്ടാകും. രജസ് എന്തിനാ? അസുര അപ്രധാനങ്ങളായ ആ രജസ്തമോ ഗുണങ്ങൾ അസുരന്മാരെ സംഹരിക്കുന്നതിന് വേണ്ടിയാണ്. അസുരന്മാരെ സംഹരിക്കേണ്ടി വരുമ്പം തമോ ഗുണം കൊണ്ട് പറ്റില്ല, അപ്പോൾ രജോ ഗുണയുക്തനായിരിക്കണം. അതേപോലെ തപസ് ചെയ്യുന്നതിന് രജസ്സും തമസും പറ്റില്ല, അതിന് സത്വം വേണം. അപ്പം സത്വഗുണപ്രധാനമായിരിക്കണം. ഇത് മൂന്നും ഓരോരുത്തരിലുമുണ്ട്. പ്രിഡോമിനൻസ് ഇതിലേതെങ്കിലും ഒരു ഗുണത്തിനായിരിക്കാം, പക്ഷേ മറ്റു പല പ്രവൃത്തികളിലും വ്യാപൃതരാകേണ്ടി വരുമ്പോൾ അപ്രധാനങ്ങളായിട്ടുള്ള ഗുണങ്ങൾ പ്രധാന സ്ഥാനത്ത് വരും. അതുകൊണ്ട് നമ്മളിൽ ഏത് ഗുണമാണുള്ളത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. തമോ ഗുണമായിക്കൊള്ളട്ടെ, സത്വഗുണമായിക്കൊള്ളട്ടെ, രജോ ഗുണമായിക്കൊള്ളട്ടെ, വ്യത്യസ്ത കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതിൽ ഓരോ ഗുണങ്ങൾ മുന്നിട്ട് വരും. വളരെ വ്യക്തമായിട്ടാണ് ദേവി ഈ പറയുന്നത്. അപ്രധാനങ്ങളായ ആ രജസ്തമോ ഗുണങ്ങൾ, ആ രജോ ഗുണങ്ങൾ അസുരന്മാരെ സംഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തപസ് ചെയ്യുന്നതിന് അതുപോലെ പരമാത്മസ്മരണം ചെയ്യുന്നതിനും ഹേ അനഘ, ശാന്തമായ സത്വഗുണത്തെ സദാ സ്വീകരിച്ചു കൊള്ളണം. അപ്പം മഹാദേവനിൽ ഈ മൂന്ന് ഗുണങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ മൂന്ന് ഗുണങ്ങളും നമുക്ക് കാണാൻ പറ്റും. ധ്യാനനിരതനായിരിക്കുമ്പം സത്വഗുണം, അസുര നിഗ്രഹത്തിനിരിക്കുമ്പം രജോ ഗുണം, അല്ലെങ്കിൽ തമോ ഗുണം. തമോ ഗുണപ്രധാനനാണ്, അതുകൊണ്ടാണ് സംഹാരം ചെയ്യാൻ സാധിക്കുന്നത്. ലോകസംഹാരം അതുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഹേ അനഘ, ശാന്തമായ സത്വഗുണത്തെ തപസ് ചെയ്യുമ്പോഴും പരമാത്മസ്മരണം ചെയ്യുമ്പോഴും സദാ സ്വീകരിച്ചു കൊള്ളണം. ത്രിഗുണങ്ങളിൽ ഓരോന്നും മുഖ്യമാക്കിക്കൊണ്ടാണ് നിങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുക. സർവഥാ ത്രിഗുണായൂയം സൃഷ്ടിസ്ഥിത്യന്തകാരക. ഓരോരോ ഗുണത്തെ മുൻനിർത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ.
ഏഭിർവിഹീനം സംസാരേ വസ്തു നൈവാത്ര കുത്രചിത് വസ്തുമാത്രം തു യദൃശ്യം സംസാരേ ത്രിഗുണം ഹി തത്. ഈ പ്രപഞ്ചത്തിൽ ഈ ത്രിഗുണങ്ങൾ കൂടാതെ ഒരു വസ്തുവും എങ്ങും ഇല്ല. ഇത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ മാത്രമല്ല, ദേവി ഇനി അതിനെ ജനറലൈസ് ചെയ്യുകയാണ്. വിശേഷമായി പറഞ്ഞ ദേവി ഇനി അതിനെ സാമാന്യവത്കരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ഈ ത്രിഗുണങ്ങൾ കൂടാതെ ഒരു വസ്തുവും എങ്ങും ഇല്ല. പ്രപഞ്ചത്തിൽ വസ്തുസ്വരൂപമായിട്ട് ദൃശ്യമായിട്ട് എന്തുണ്ടോ അത് മുഴുവൻ ത്രിഗുണമയമാണ്. ഈ ലോകത്തുള്ളതെല്ലാം ത്രിഗുണമയമാണ്. അതല്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഈ ത്രിഗുണങ്ങൾ ആരുടെ കയ്യിലാണ്? ആരുടെയാണ്? ത്രിഗുണാ പ്രകൃതി പരാ ത്രിഗുണാത്മികയും. ദേവി നമ്മൾ നേരത്തെ കേട്ടു, ദേവിയാണ് ആ ത്രിഗുണാത്മിക. അപ്പം ഈ ത്രിഗുണങ്ങളും ഇല്ലാത്തതായിട്ട് ഈ ലോകത്ത്, ത്രിഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അപ്പം ഈ ലോകത്തുള്ളതെല്ലാം ദേവി തന്നെ ആണ്. ദൃശ്യം ച നിർഗുണം ലോകേ ന ഭൂതം നോ ഭവിഷ്യതി നിർഗുണ പരമാത്മാസൗ നതു ദൃശ്യ കദാചന. ലോകത്തിൽ ദൃശ്യമായിട്ടുള്ള ഒന്നും തന്നെ നിർഗുണമല്ല. നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളതൊന്നും തന്നെ നിർഗുണമല്ല. ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളതൊന്നും തന്നെ നിർഗുണമല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഈ ലോകത്ത് അല്ലാതെ നിർഗുണാത്മകമായിട്ടൊന്നുണ്ടായിട്ടില്ല, ഇപ്പമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പരമാത്മാവ് മാത്രമാണ് നിർഗുണൻ. അവൻ ഒരിക്കലും ദൃശ്യനും അല്ല. അപ്പം ആ ദൃശ്യനല്ലാത്ത അദൃശ്യനായ പരമാത്മാവിനെ എങ്ങനെ അറിയാം? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെ അറിവിനും സഗുണാത്മകമായതിനെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നിർഗുണാത്മകമായ പരമമായതിനെ എങ്ങനെ അറിയാൻ സാധിക്കും? അറിയാൻ സാധിക്കില്ല. അതിൻ്റെ പ്രവർത്തികളിലൂടെ മാത്രമേ അത് ഉണ്ട് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പരമാത്മാവുണ്ട് എന്ന അറിവ് അതിൻ്റെ പ്രവർത്തികളെ അറിയുമ്പോൾ ആണ് ഉണ്ടാവുക. പരമാത്മാവിനെ അറിയുക അതിൻ്റെ പ്രവർത്തികളെ അറിയുമ്പോഴാണ്. സഗുണാ നിർഗുണാചാഹം സമയേ ശങ്കരോത്തമ സദാഹം കാരണം ശംഭോ നച കാര്യം കദാചന. ഹേ ശങ്കര, സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഞാൻ ഉത്തമയായ സഗുണയാണ്. സൃഷ്ടിലീല ഒടുങ്ങിക്കഴിയുമ്പോൾ നിർഗുണയും. ശംഭോ, ഞാൻ എപ്പോഴും കാരണമാണ്, ഒരിക്കലും കാര്യമല്ല. സമയമനുസരിച്ച് ഞാൻ സഗുണ നിർഗുണ ഭേദം കൈക്കൊള്ളുമെങ്കിലും ഒരിക്കലും കാര്യരൂപം പ്രാപിക്കാറില്ല. ദേവിയുടെ അവസ്ഥയെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ശങ്കരന്. ഹേ ശങ്കര, സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഞാൻ ഉത്തമയായ സഗുണയാണ്. ഗുണത്രയങ്ങളുടെ ഭേദത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നത്. അതുകൊണ്ട് സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് എന്നിൽ അന്തർലീനമായിരിക്കുന്ന സമഭാവം പ്രാപിച്ചിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങൾ അസമം ആകും, അതിന് വൈഷമ്യമുണ്ടാകും. അപ്പോൾ ഗുണത്രയങ്ങളുടെ ചേരുവയോടുകൂടി ഞാൻ പലതായിത്തീരും. സൃഷ്ടിലീല ഒടുങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിർഗുണയും ആയിത്തീരും. ശംഭോ, ഞാൻ എപ്പോഴും കാരണമാണ്, ഞാനാണ് നിമിത്തം, കാരണം ഒരിക്കലും കാര്യം അല്ല. സമയമനുസരിച്ച് ഞാൻ സഗുണ നിർഗുണ ഭേദം കൈക്കൊള്ളും. ഓരോ സന്ദർഭത്തിലും നിർഗുണഭാവമാണോ വേണ്ടത് സഗുണഭാവമാണോ വേണ്ടത് എന്ന് തീരുമാനിച്ച് ഞാൻ ഭാവഭേദങ്ങൾ കൈക്കൊള്ളും, ഗുണഭേദങ്ങൾ കൈക്കൊള്ളും. പക്ഷേ ഒരിക്കലും കാര്യരൂപം പ്രാപിക്കാറില്ല. ഞാൻ കാരണമാണ്. സഗുണാ കാരണത്വാദ്വൈ നിർഗുണ പുരുഷാന്തിക്ക് മഹത്തത്വമഹങ്കാരോ ഗുണാ ശബ്ദാദയസ്തഥ. കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സഗുണയാണ്. പരമപുരുഷനിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിർഗുണയും. മഹത്തത്വവും അഹങ്കാരവും ശബ്ദാദി ഗുണങ്ങളും ദേവി തുടരുകയാണ്. കാര്യകാരണരൂപേണ സംസരന്തേ ത്വഹർനിശം സദുദ്ഭൂതസ്ത്വഹംകാര സ്തേനാഹം കാരണം ശിവ.
കാര്യകാരണരൂപേണ സംസരന്തേതു അഹർനിശം സദുദ്ഭൂതസ്ത്വഹംകാരസ്തേനാഹം കാരണം ശിവ. കാര്യകാരണ രൂപത്തിൽ നിരന്തരം രാപ്പകൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. സത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടായത്. അതിനാൽ ശിവയായ ഞാൻ അതിൻ്റെ കാരണമാണ് എന്ന് പറയാം. ദേവി വീണ്ടും തൻ്റെ കാരണ സ്വരൂപത്തെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സഗുണയാണ്. കാര്യരൂപമായ ഈ പ്രപഞ്ചത്തിന് കാരണരൂപയായിട്ട് ഞാൻ നിലകൊള്ളുമ്പോൾ ഞാൻ സഗുണയാണ്, ഗുണത്രയങ്ങളോട് കൂടിയവളാണ്. പരമപുരുഷനിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ പരമമായത് ആയിത്തീരുമ്പോൾ, അല്ലെങ്കിൽ പരമപുരുഷനിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിർഗുണയുമാണ്. മഹത്തത്വം, ബുദ്ധിതത്വം, അഹങ്കാരവും ശബ്ദാദി ഗുണങ്ങളും കാര്യകാരണ രൂപത്തിൽ നിരന്തരം രാപ്പകൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. സത്തിൽ ഇത് ബാക്കിയുള്ളതെല്ലാം കാര്യകാരണ രൂപത്തിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടായത്. ഒന്നിൽ നിന്ന് വേറൊന്നുണ്ടാകുന്നു. പ്രകൃതി മുതൽ പൃഥിവി വരെയുള്ള തത്വങ്ങൾ ഓരോന്നിൽ നിന്നുണ്ടാകുന്നു. മഹത്തത്വത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു, മനസ്സിൽ നിന്ന് അഹങ്കാരമുണ്ടാകുന്നു, അഹങ്കാരത്തിൽ നിന്ന് ബാക്കിയുള്ളവയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതിലൊന്ന് മറ്റൊന്നിന് കാരണമാണ്, അതേസമയം അത് വേറൊന്നിൻ്റെ കാര്യവും ആണ്. ഈ ഗുണങ്ങളിൽ ഒന്ന് കാരണവുമാണ്, കാര്യവും ആണ്. പക്ഷെ ദേവി പറയുകയാണ്, ഞാൻ ഒരിക്കലും കാര്യമല്ല, കാരണം മാത്രം ആണ്. അതിനാൽ ശിവയായ ഞാൻ, ഇതെല്ലാം സത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടായത്. അതിനാൽ ശിവയായ ഞാൻ അതിൻ്റെ കാരണമാണെന്ന് പറയാം. ഈ കാണുന്ന എല്ലാത്തിൻ്റെയും കാരണം ഞാനാണ് എന്ന് പറയാം. അഹങ്കാരശ്ച മേ കാര്യം ത്രിഗുണോസൗ പ്രതിഷ്ഠിത അഹങ്കാരാൻ മഹത്തത്വം ബുദ്ധി സാ പരികീർത്തിത. അപ്പോൾ അഹങ്കാരം എൻ്റെ കാര്യമായി ഭവിക്കുന്നു. ഞാൻ ത്രിഗുണാത്മകവും ത്രിഗുണനിഷ്ഠവും ആണ്. അഹങ്കാരത്തിൽ നിന്ന് മഹത്തത്വമുണ്ടായി, അതാണ് ബുദ്ധി എന്ന് പറയപ്പെടുന്നത്. സഗുണ കാരണത്വാദ്വൈ നിർഗുണ പുരുഷാന്തികേ മഹത്വത്വം അഹങ്കാരോ ഗുണാ ശബ്ദാദയസ്തഥ കാര്യകാരണരൂപേണ സംസരന്തേ ത്വഹർനിശം സദുദ്ഭൂതസ്ത്വഹംകാരസ്തേനാഹം കാരണം ശിവ. ദേവി തുടർന്ന് പറയുകയാണ്, ഞാൻ ഒരിക്കലും കാര്യരൂപം പ്രാപിക്കില്ല, ഞാൻ കാരണമായി മാത്രമേ നിലകൊള്ളുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവി സൃഷ്ടിയുടെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ്. കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സഗുണയാണ്. കാരണരൂപം ആയിട്ട് ഈ പ്രപഞ്ചം കാര്യമാണ്. പ്രപഞ്ചമാകുന്ന കാര്യത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവരാനായിട്ട് സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഞാൻ സഗുണയാണ്. അതേസമയം പരമപുരുഷനിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിർഗുണയും ആണ്. മഹത്തത്വവും അഹങ്കാരവും ശബ്ദാദി ഗുണങ്ങളും കാര്യകാരണ രൂപത്തിൽ നിരന്തരം രാപ്പകൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള തത്വങ്ങൾ, മഹത്തത്വം, അഹങ്കാരം, ശബ്ദാദി ഗുണങ്ങൾ, ഇതൊക്കെ ഒന്നിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ട് കാര്യകാരണ രൂപത്തിൽ ഒന്ന് മറ്റൊന്നിന് കാരണമാണ്, അത് വേറൊന്നിൻ്റെ കാര്യവുമാണ്. കാര്യകാരണ രൂപത്തിൽ നിരന്തരം രാപ്പകൽ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദേവി അതിന് തുടർന്ന് പറയുകയാണ്, അതൊന്നും കൂടെ വ്യക്തമാക്കുകയാണ്. സത്തിൽ നിന്നാണ് അഹങ്കാരമുണ്ടായത്. അതിനാൽ ശിവയായ ഞാൻ അതിൻ്റെ കാരണമാണ് എന്ന് പറയാം. സത്ത് ഉള്ളത്, എപ്പോഴും ഉള്ളത്, അത് മഹാദേവിയാണ്. അതിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അപ്പോൾ ദേവി പറയുകയാണ്, അതുകൊണ്ട് ഞാനാണ് അഹങ്കാരത്തിന് കാരണമായത് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, ഞാനാണ് അഹങ്കാരത്തിന് കാരണമായത്. അപ്പോൾ അഹങ്കാരം എൻ്റെ കാര്യമായി ഭവിക്കുന്നു. അത് ത്രിഗുണാത്മകവും ത്രിഗുണനിഷ്ഠവും ആണ്. അഹങ്കാരത്തിൻ്റെ സ്വരൂപം ത്രിഗുണാത്മകമാണ്, അതിൻ്റെ പ്രവൃത്തി ത്രിഗുണനിഷ്ഠവും ആണ്. അഹങ്കാരത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി, അതാണ് ബുദ്ധി എന്ന് പറയപ്പെടുന്നത്. അഹങ്കാരത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നു. മഹത്തത്വം ഹി കാര്യം സ്യാദ് അഹങ്കാരോ ഹി കാരണം.
തന്മാത്രാണി ത്വഹങ്കാരാത് ഉത്പദ്യന്തേ സദൈവ ഹി. അപ്പോൾ മഹത്തത്വം കാരണമായി ഭവിക്കുന്നു. സത്തിൽ നിന്ന് അഹങ്കാരമുണ്ടാകുന്നു. അപ്പോൾ സത്ത് അതായത് ദേവി കാരണമായി ഭവിക്കുന്നു, അഹങ്കാരം കാര്യമായി ഭവിക്കുന്നു. അഹങ്കാരത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നു. അപ്പം അഹങ്കാരം കാരണമായി ഭവിക്കുന്നു, മഹത്തത്വം കാര്യമായി ഭവിക്കുന്നു. മഹത്തത്വത്തിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ മഹത്തത്വം കാര്യമായി ഭവിക്കുന്നു, അഹങ്കാരം കാരണവും. തന്മാത്രകളാകട്ടെ സദാ അഹങ്കാരത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നവയാണ്. തന്മാത്രകൾ അഹങ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നവയാണ്. കാരണം പഞ്ചഭൂതാനാം താനി സർവ സമുദ്ഭവേ കർമ്മേന്ദ്രിയാണി പഞ്ചൈവ പഞ്ചജ്ഞാനേന്ദ്രിയാണി ച. ആ തന്മാത്രകളാണ് ശബ്ദ സ്പർശ രൂപ രസഗന്ധം. അവയാണ് തന്മാത്രകൾ. ആ തന്മാത്രകളാണ് പഞ്ചഭൂതങ്ങളുടെ എല്ലാം സമുദ്ഭവത്തിന് കാരണം. ഇവയുടെ സൂക്ഷ്മരൂപത്തിൽ നിന്നുണ്ടായ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ദേവി തുടരുകയാണ്. മഹാഭൂതാനി പഞ്ചൈവ മനഃ ഷോഡശമേവ ച കാര്യം ച കാരണം ചൈവ ഗുണോയം ഷോഡശാത്മക. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ മഹാഭൂതങ്ങളും 16ാമതായി മനസ്സും ചേർന്ന് കാര്യകാരണ രൂപത്തിൽ വർത്തിക്കുന്ന 16 ഗുണങ്ങളുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അപ്പോൾ 15. പിന്നെ മനസ്സ്, അപ്പോൾ 16. ഇങ്ങനെ കാര്യകാരണ രൂപത്തിൽ ഒന്നിൽ നിന്ന് വേറൊന്നുണ്ടാകുന്നു. അപ്പോൾ ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത് അത് കാരണം, ഏതൊന്നാണോ ഉണ്ടായത് അത് കാര്യം. അത് വേറൊന്നിന് കാരണമായി തീരുന്നു. അങ്ങനെ ഒന്നിൽ നിന്ന് വേറൊന്നുണ്ടാകുന്നു. അങ്ങനെ കാര്യകാരണ രൂപത്തിൽ വർത്തിക്കുന്ന 16 ഗുണങ്ങളുണ്ട്. ഇവയിൽ ചിലത് കാര്യമാകുമ്പോൾ മറ്റു ചിലത് കാരണമായിരിക്കും. ഈ ഗുണസമുദായത്തിൽ നിന്നാണ് സകല പ്രാണികളുടെയും ഉദ്ഭവം. ഇതിൻ്റെ ചേർച്ചയിലാണ് സകല പ്രാണികളുടെയും ഉദ്ഭവം. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യവും ചിന്തിക്കും. ഇതൊക്കെ വളരെ സൂക്ഷ്മമായ ചിന്തകളാണ്. മനസ്സിലാകുന്നില്ലെങ്കിലും വെറുതെ കേട്ടാൽ മതി. ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ഇത് പിടികിട്ടുക. ഒറ്റ കേൾവിയിൽ ഇത് പിടികിട്ടുകയില്ല, എളുപ്പമല്ല. ഇതിൻ്റെ തത്വം ഗ്രഹിക്കൽ എളുപ്പമല്ല. ഇവിടെ നമുക്ക് വേറൊരു കാര്യവും കൂടി, കാരണമായി വർത്തിക്കുന്നത് എപ്പോഴും ദേവിയാണ്. കാരണത്തിൽ നിന്നാണ് കാര്യമുണ്ടാകുന്നത്. ആ കാര്യം പിന്നീട് വേറൊന്നിന് കാരണമാകുമ്പോൾ കാരണങ്ങളെല്ലാം ദേവിയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചിന്തിച്ചാൽ ദേവിയുടെ തന്നെ അവസ്ഥാന്തരങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവി തുടരുകയാണ്. പരമാത്മാ പുമാനാദ്യോ ന കാര്യം ന ച കാരണം ഏവം സമുദ്ഭവ ശംഭോ സർവേഷാം ആദിസംഭവേ. പരമാത്മാവ് ആദി പുരുഷനാണ്. അദ്ദേഹം കാര്യമോ കാരണമോ അല്ല. അദ്ദേഹം എന്താണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അനിർവചനീയനാണ് അദ്ദേഹം. ശംഭോ, ഏത് സൃഷ്ടിയുടെയും പ്രാരംഭത്തിൽ ഇതാണ് ഉത്പത്തിക്രമം. ഇങ്ങനെയാണ് ലോകം ഉരുത്തിരിഞ്ഞുണ്ടാകുന്നത്. 16 വികാരങ്ങളുണ്ടാകുന്നു, 16 വികാരങ്ങളുണ്ടാകുന്നു. അതിൻ്റെ ചേരുവകളിൽ ഇത് മുഴുവൻ ഉണ്ടാകുന്നു. ഇതിന് മുഴുവൻ കാരണമായി വർത്തിക്കുന്നത് ഞാനാണ്. കാര്യകാരണമായ സഗുണാത്മകമായതിന് അതീതമായ നിർഗുണാവസ്ഥ അത് പരംപുരുഷനാണ്, ആദിപുരുഷനാണത്. അദ്ദേഹം കാര്യമോ കാരണമോ അല്ല. ഇങ്ങനെയാണ് സൃഷ്ടി. ഇത് സൃഷ്ടിയുടെ ഒരു ചെറിയ പതിപ്പാണ്. ഇനി ഇത് വിസ്തരിച്ച് വീണ്ടും പറയും. സംക്ഷേപേണ മയാ പ്രോക്ത, ദേവി തന്നെ പറയുകയാണ്, സംക്ഷേപേണ മയാ പ്രോക്തസ്തവ തത്ര സമുദ്ഭവ വ്രജന്ത്വദ്യ വിമാനേന കാര്യാർത്ഥം മമ സത്തമാഹ്. ഉത്പത്തിക്രമത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇനി വിസ്തരിച്ച് പറയും. ഇതെല്ലാം ഇതിൽ കഥകൾ മാത്രമല്ല, ഈ തത്വവും നമ്മൾ ഗ്രഹിക്കണം. ഈ തത്വങ്ങളെ തന്നെയാണ് കഥകളിലൂടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഇത് സശ്രദ്ധം കേട്ട് കഴിയുമ്പോൾ നമ്മളിൽ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും.
ആ മനസ്സിലാക്കലിലാണ് മാറ്റം ഉണ്ടാവുക. ഉത്പത്തിക്രമത്തെക്കുറിച്ച് ഞാൻ അങ്ങയോട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഹേ ദേവശ്രേഷ്ഠരെ, എൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടി വിമാനത്തിൽ കയറി ഉടൻ പോയാലും, വിമാനത്തിൽ കയറിയാണല്ലോ ഇങ്ങോട്ട് വന്നേ, വിമാനത്തിൽ കയറി ഉടൻ തിരിച്ച് പോയാലും എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തിരിച്ചു പോണത്? എൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഗുണവൈഷമ്യത്തിൽ ഉണ്ടായ വ്യത്യസ്ത ഗുണങ്ങളുടെ ചേരുവകളിൽ ഉണ്ടായ 16 വികാരങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ദേവിയുടെ കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. ദേവിയുടെ കാര്യം എന്താണ്? ദേവി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചമായി തീരുന്നത്? തൻ്റെ ആനന്ദം അനുഭവിക്കാൻ.